ഓഫർ തട്ടിപ്പ് ഇ ഡി അന്വേഷിക്കും. ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി ശരൺ ചേരുന്നു. ശരൺ, ഈ ഒരു വലിയ തട്ടിപ്പ് ഇ ഡി കൂടി അന്വേഷിക്കുകയാണ്. ഏത് തലത്തിലേക്കാവും ഈ ഒരു കേസ് ഇനി മാറുക? അതായത് ഈ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് അന്വേഷണമാണ് നടത്തിയിരുന്നെങ്കിൽ പിന്നീട് ക്രൈംബ്രാഞ്ചിന് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ച സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് കഴിഞ്ഞ ദിവസം ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക വിവരശേഖരണം നടത്തിയിരുന്നതാണ്. ഈ സംസ്ഥാനത്ത് തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ FIR അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനകളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരുന്നത്. ഇതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം പൂർത്തിയായിക്കൊണ്ടാണ് ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശദമായ അന്വേഷണത്തിലേക്ക്, പല തലങ്ങളിലുള്ള അന്വേഷണത്തിലേക്ക് ED കടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടായിരുന്നത് ഇത്തരത്തിൽ 450 കോടി ഈ അനന്തു കൃഷ്ണന്റെ വിവിധ അക്കൗണ്ടുകളിലേക്കായിട്ട് എത്തിയെന്നുള്ളതായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ അക്കൗണ്ടിലേക്ക് ഇത്ര വലിയ തുക വന്നപ്പോൾ ആ തട്ടിപ്പിന്റെ മറവിൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള സംശയമാണ് EDക്ക് ഉള്ളത്. പ്രധാനമായും അനന്തു കൃഷ്ണൻ രൂപീകരിച്ച ട്രസ്റ്റിന്റെ മറവിലും ഒപ്പം തന്നെ NGO കോൺഫെഡറേഷൻ എന്ന സംഘടനയുടെ മറവിലൊക്കെ അത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ള സംശയമാണ് EDക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിൽ കടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം വച്ചുകൊണ്ടുള്ള ഒരു തട്ടിപ്പാണ് ഇയാൾ നടത്തിയെന്നുള്ളത് സംബന്ധിച്ച് IBയും റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഈ ED വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്.